സിറിയയിൽ ഭരണം മാറിയതോടുകൂടി അവർ പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സിറിയ എന്ന് പറയുന്ന ആ രാജ്യം ഇപ്പോൾ ഭരണം മാറിയിരിക്കുകയാണ്. ഭരണം മാറിയതോടുകൂടി അവിടുത്തെ പഴയ പ്രസിഡന്റ് ഭരണാധികാരി റഷ്യയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടമാണ് സിറിയയിലുള്ളത്. ഈ അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടം സിറിയയിൽ വരുമ്പോൾ പ്രധാനമായിട്ടും അമേരിക്ക നേരത്തെ അമേരിക്കയുടെ FBI തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു തീവ്രവാദിയാണ് അവിടെ സിറിയയുടെ ഭരണാധികാരിയായി അമേരിക്ക അവരോധിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപൊക്കെ ആ സിറിയൻ ഭരണാധികാരിയുടെ കൂടെ നിന്ന് ചിത്രമെടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം അമേരിക്ക പതിയെ സിറിയയിൽ നിന്നും തങ്ങളുടെ ട്രൂപ്പുകളെല്ലാം പിൻവലിച്ചു. സാധാരണ അമേരിക്ക ഒരു രാജ്യത്തെ ഭരണത്തിൽ ഇടപെട്ട് അവിടെ കുളമാക്കുന്ന രീതിയിൽ തന്നെയാണ് സിറിയയിലും നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പോയി ഇടപെട്ടു, അവിടെ താലിബാനെ ഭരണത്തിലേറ്റി. ഇറാഖിൽ വന്ന് ഇടപെട്ടു. ഇറാഖ് 3-4 പ്രവിശ്യയായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുമുള്ളത്. സിറിയയിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ കുഴപ്പത്തിലായത് സിറിയയിലുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികളാണ്. കാരണം സിറിയ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം എപ്പോഴും നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ പുതിയ ഭരണകൂടം ഏറിയപ്പോൾ ക്രിസ്ത്യാനികൾ ഒരുപാട് ആശങ്കപ്പെട്ടു. എന്നാൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പുതിയ ഭരണകൂടം പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴിതാ സിറിയ സമ്പൂർണ്ണമായി ISIS എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ കയ്യിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറിയയിൽ നിന്ന് വന്നൊരു വാർത്ത ഞെട്ടിക്കുന്നതാണ്. അതായത് ഒരു പള്ളിയിൽ ചാവേർ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. 15 പേർ പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന 15 വിശ്വാസികൾ പൊട്ടിത്തെറിച്ച് മരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ചാവേർ ആക്രമണം നടക്കുമ്പോൾ നിരവധി പേർ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്നു. ഇത് കനത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായി. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആക്രമണത്തിൽ ഇതുവരെ 15 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സിറിയയിലെ ദമാസ്കസിലെ ദ്വേല പ്രദേശത്തുള്ള മാർ എലീസ് പള്ളിയിൽ ഞായറാഴ്ച പ്രാർത്ഥനകൾ നടക്കുകയായിരുന്നു. നിരവധി ആളുകൾ പള്ളിയിലുണ്ട്. ഇതിനിടയിൽ ഒരു തീവ്രവാദി പള്ളിയിൽ കയറി ബോംബ് പൊട്ടിത്തെറിച്ചു. ഇതേ തുടർന്ന് ഒരു വലിയ സ്ഫോടനമുണ്ടായി. ഈ ആക്രമണത്തിൽ 15 പേർ വലിയ രീതിയിൽ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിറിയൻ ആഭ്യന്തര മന്ത്രാലയവും ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയും ആക്രമണം നടത്തിയത് ISIS ഭീകരരാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആക്രമി ആദ്യം പള്ളിയിൽ പ്രവേശിച്ച് പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേരെ വലിയ രീതിയിലുള്ള വെടിവയ്പ്പാണ് ആദ്യം നടത്തിയത്. പിന്നീട് സ്വയം ബോംബ്, അതായത് സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. നിരവധി പേർ കൊല്ലപ്പെട്ടു. സിറിയൻ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് അടുത്തിടെ നടന്ന ആക്രമണം ഈ വർഷത്തെ ഏറ്റവും വലിയ ആക്രമണമായാണ് കണക്കാക്കപ്പെടുന്നത്. സിറിയയിലും ഇറാഖിലും ISISനെതിരെ US വലിയ തോതിൽ പ്രചാരണം ആരംഭിച്ചു. ഇതിൻ്റെ സ്വാധീനം ദുർബലമായിരുന്നു. ഇപ്പോൾ ISIS US അവിടെ നിന്നും പിൻവാങ്ങിയതോടുകൂടി സിറിയ സമ്പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അവിടെ ദുരിതം അനുഭവിക്കുന്നത് അവിടെയുള്ള ക്രിസ്ത്യാനികളാണ്. ISIS അവിടെ പിടിച്ചിറക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെ ക്രിസ്ത്യാനികൾ അവശേഷിക്കില്ല എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.